ടാബ്ലറ്റിലേക്ക് കൈ വെക്കണമെന്ന് ശരീരം ആളുകൾ ചോദിക്കൽ തുടങ്ങി. എന്താണ് ഈവൻ വീട്ടിലേക്ക് ഞാൻ വർക്ക് ചെയ്യണ അബുദാബിയിലാണ്. പിന്നെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ മക്കൾ ചോദ്യം തുടങ്ങി, എന്ത് പറ്റി ഇപ്പച്ചി ഇങ്ങനെ തടി കുറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അത് വല്ലാണ്ട് എനിക്ക് ഷോക്കായി. എന്താ വെച്ചാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഫാമിലിയാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ വയ്യ. ഒരു പ്രവാസിക്ക് അതിന്റെ വേദന മനസ്സിലാവും. അതിൽ എനിക്ക് ഷോക്കായി. അങ്ങനെ ഞാൻ ഈ ഇംഗ്ലീഷ് മരുന്ന് ഡോക്ടേഴ്സ് എഴുതി തന്ന മരുന്ന് ഞാൻ എടുക്കാതെ അവിടെ വെച്ചതായിരുന്നു. ഞാൻ അതിന്റെ പാക്കറ്റ് പൊട്ടിക്കാൻ നേരത്താണ് ഞാൻ ഈ മുമ്പെങ്ങാണ്ടോ ഞാനൊരു ആയുർവേദ ഗ്രൂപ്പിൽ ആരോ എന്നെ ആഡ് ചെയ്തത്, ഞാൻ ജോയിൻ ചെയ്താണ്, എനിക്ക് ഓർമ്മയില്ല. ഞാനത് ജസ്റ്റ് ഒന്ന് ഫൈനലി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ചു ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കി. അപ്പൊ അതിൽ ഒരുപാട് റിസൾട്ടിന്റെ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ അതിൽ അഡ്മിനെ വിളിക്കാനുണ്ടായത്. അഡ്മിൻ അഡ്മിനെ വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഒരുപാട് നെഗറ്റീവ് എന്നോട് ആളുകൾ പറഞ്ഞു, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോവും, നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഇത് എന്റെ 18ാമത്തെ അടവാണ്. ഞാൻ ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഞാൻ പരീക്ഷിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ ഞാൻ ഇനി ഏതായാലും ഇത് വാങ്ങിച്ചു. ഞാൻ എമൗണ്ട് കൊടുത്തിട്ട് ഒരു 3 മാസത്തെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു. പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 ബോക്സ് കഴിഞ്ഞു. എനിക്ക് സ്വാഭാവികമായിട്ട് രാവിലെ എപ്പോഴും ഫാസ്റ്റിങ്ങിൽ 240 260 ഷുഗർ വരുന്ന ആളാണ് ഞാൻ ഇതുപോലെ തന്നെ HbA1c ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബോക്സ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫാസ്റ്റിങ്ങിൽ തന്നെയാണ് പോയത്. ഫാസ്റ്റിങ്ങിൽ പോയി അവിടെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്റെ 240 എപ്പോഴും വരാറുള്ള എന്റെ ഷുഗർ ഫസ്റ്റ് ആയിട്ട് 138ലേക്ക് കുറഞ്ഞു. അതിൽ എനിക്കിത് കത്തി, ഈ പ്രോഡക്റ്റ് കൊള്ളാം. ഇതുവരെ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടും എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ 4 ബോക്സ് 4ാമത്തെ ബോക്സാണ് ഈ സാധനം. ഇത് കഴിച്ച് ഞാൻ ചുരുക്കി പറയണമെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്ന, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ ഇരുന്നാൽ സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നിട്ട് ഫുൾ ടൈം ഉറക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരിക. അതുപോലെ തന്നെ തൊണ്ട എപ്പോഴും ഡ്രൈ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള പ്രശ്നം. അങ്ങനെ ഒരുപാട് ഈ ഷുഗറോട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഞാൻ എന്റെ ലൈഫ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിന്നൊരാൾ മനുഷ്യനായിരുന്നു. പക്ഷെ ഈ ഐ കോഫി എന്നെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സത്യത്തിൽ എന്താ വെച്ചാൽ ഞാൻ വളരെ സന്തോഷമാണ്. എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഡയബറ്റിക്കുമായിട്ടുള്ള ഒരു പ്രശ്നം, ഇപ്പൊ ഒരു ക്ഷീണോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് ജോലിയിൽ വളരെ ഉന്മേഷത്തോടു കൂടി ജോലി ചെയ്യാൻ കഴിയുന്നുള്ള വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആരും സംശയിച്ച് നിൽക്കേണ്ട ഈ ഒരു സംഭവം. നമുക്ക് നെഗറ്റീവ് പറഞ്ഞു തരാൻ ഈ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇവരൊന്നും ഇത് ഉപയോഗിക്കാതെയാണ് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ ഇവർ പറയുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പറ്റുന്ന എല്ലാവരും ഐ കോഫി വാങ്ങിയിട്ട് കഴിക്കുക. ഞാൻ ഒരുപാട് ആളുകൾക്ക് കൂടെ കൊടുത്തു. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ വെക്കേഷൻ ഞാൻ നാട്ടിൽ പോയി വരുന്ന സമയത്ത് 30 kg ലഗേജിൽ 30 കിലോ ഞാൻ കൊണ്ടുവന്ന പ്രൊഡക്ട്സുകളായിരുന്നു. ആ സാധനം മുഴുവൻ കഴിഞ്ഞു. ആൾക്കാർ ഇവിടെ ഓരോരുത്തർ വന്നിട്ട് എന്റെ കൊളീഗ്സ് ആയിട്ടും